ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ പൂണ്ടിക്കുളം പ്രദേശത്തെ കർഷകനും പൊതുപ്രവർത്തകനുമായ സെബാസ്റ്റ്യൻ പൂണ്ടിക്കുളം അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ജോഷി തോമസ്. മണ്ണിൽ അധ്വാനം ചെയ്യുന്ന കർഷകരാണ് ഹൈറേഞ്ചിൽ കൂടുതലായിട്ടുള്ളവർ. അത്തരത്തിലൊരു കർഷകനും പൊതുപ്രവർത്തകനുമായ സെബാസ്റ്റ്യൻ പൂണ്ടിക്കുളമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ പൂണ്ടിക്കുളം എന്ന സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് വിശദമായിട്ട് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ചേട്ടൻ ഇവിടെ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തുടങ്ങിയിട്ട് എത്ര നാളുകളായി? ഞാനിപ്പോൾ ഒരു 40 വർഷമായിട്ട് നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ടുണ്ട്. ഡിഗ്രി എല്ലാം കഴിഞ്ഞ ശേഷം ഫുൾ ടൈം ഒരു കൃഷിക്കാരനായിട്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഠനം വിദ്യാഭ്യാസമൊക്കെ ഇവിടെ അല്ലായിരുന്നു? പഠനം ഹൈസ്കൂളൊക്കെ ഇവിടെ കൊടത്തിരുത്തിയായിരുന്നു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ചങ്ങനാശ്ശേരി സെൻറ്റ് ബർഗ്മാൻസ്, അത് കഴിഞ്ഞ് ഡിഗ്രി കോഴിക്കോട് ദേവഗിരി കോളേജിൽ. അപ്പോൾ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ അല്ല? ജനിച്ചതും വളർന്നതൊക്കെ നാട്ടിലാണ്. പൂഞ്ഞാറാണ്, പാതാമ്പുഴയാണ് നമ്മുടെ നേറ്റീവ് പ്ലേസ്. അപ്പോൾ പൂഞ്ഞാർ പാതാമ്പുഴയിൽ ജനിച്ചു വളർന്ന് പഠനവും വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞ് ഇവിടെ അപ്പോൾ ഏത് വർഷത്തിലാണ് എത്തിയത്? ഇവിടെ 1985 ഞാനിവിടെ സ്ഥിരതാമസം തുടങ്ങി. അതിനു മുമ്പ് ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു? അതിന് സ്ഥലം ഉണ്ടായിരുന്നു. സ്ഥലം ഒരു 10-60 വർഷമായിട്ട് സ്ഥലം ഉണ്ടായിരുന്നു. ഏത് വർഷത്തിലാണ് ഇവിടെ സ്ഥലം വാങ്ങിച്ചത് അല്ലെങ്കിൽ ഇവിടെ കുടിയേറിയത്? 45 കൂടി നമുക്ക് ഇവിടെ സ്ഥലം. അന്ന് മുതലേ ഇവിടെ കൃഷി ചെയ്ത് കാർന്നോന്മാരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഇവിടെ വന്ന് സ്ഥലം വാങ്ങിച്ചത് അപ്പോൾ ആരാണ്? അന്ന് ഫാദറിന്റെ ഒക്കെ കൂടെയാണ് സ്ഥലം മേടിച്ചത്. അന്ന് ഇവിടെ ഈ സ്ഥലം വാങ്ങിക്കുമ്പോൾ ഇവിടെയൊക്കെ വനമായിരുന്നോ അതോ കൃഷി സ്ഥലങ്ങളായിരുന്നു? അന്ന് ഇവിടെ ചെറുകിട കൃഷിക്കാരെ ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഈ 45-48 കാലങ്ങളിൽ സ്ഥലം വാങ്ങിച്ചതിന് ശേഷം ചേട്ടൻ ഇവിടെ വന്ന് താമസം തുടങ്ങിയത് 85-ലാണ്. അതിന്റെ ഇടയ്ക്കുള്ള ആ സമയത്തൊക്കെ ഇവിടെ ആരായിരുന്നു കൃഷികൾ നടത്തിയിരുന്നത്? ജോലിക്കാർ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. 85 മുതൽ ഇവിടെ കൃഷി ആരംഭിച്ച് താമസം ആക്കിയല്ലോ. അപ്പോൾ അന്നൊക്കെ എന്ത് കൃഷിയായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നു? പ്രധാനമായിട്ട് കുരുമുളകായിരുന്നു. കുരുമുളക്, കാപ്പി. നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വന്നു കഴിയുമ്പോഴത്തേനും പണി ഒന്നും കൂടെ വളരെ ഭംഗിയായി. ഏറ്റവും നല്ല വെറൈറ്റി കോഫി ബോർഡിന്റെ അംഗീകൃതമായിട്ടുള്ള കാപ്പി വെറൈറ്റികൾ, അതുപോലെ കുരുമുളകിന്റെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും മെച്ചപ്പെട്ട ഇനങ്ങൾ, ഏറ്റവും നല്ല മോഡേൺ ആയിട്ടുള്ള ഒരു കൃഷി ആണ് നമ്മളിപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 85 കാലത്തൊക്കെ എന്തിനും കുരുമുളക് ആയിരുന്നു കൃഷി ചെയ്തിരുന്നത്, അതുപോലെ കാപ്പി ഏതിനായിരുന്നു അന്നൊക്കെ? അന്ന് റൊബസ്റ്റ കാപ്പിയാണ് നമ്മൾ കൂടുതലായിട്ട് കാപ്പി കൃഷി ചെയ്തിരുന്നത്. കുരുമുളക് നമ്മുടെ ഇവിടെ വെള്ളമുണ്ടി എന്ന് പറഞ്ഞൊരു കുരുമുളക് തേങ്ങാക്കൽ ഭാഗത്ത് വളരെ സവിശേഷതയുള്ള ഒരു ഇനമായിരുന്നു. കാരണം അത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി, നല്ല വലിപ്പം, അതുപോലെ നല്ല ഗുണം ഉള്ള ഒരു ഇനമായിരുന്നു. മറ്റ് സ്ഥലങ്ങളിൽ അതുപോലെ പിടിക്കത്തില്ല. നമ്മുടെ ഈ ഏരിയയിലെ ക്ലൈമറ്റ് അതിന് വളരെ വിശേഷമുണ്ട്. അതിന് നമ്മുടെ കൊച്ചി മാർക്കറ്റിൽ എപ്പോഴും ഒരു 5 രൂപ പേർ കൂടുതലുണ്ട്. ഇത് പ്രത്യേക വെറൈറ്റിയാണ്. അപ്പോൾ അന്ന് ഈ 85 വന്ന് ഇവിടെ താമസം ആരംഭിക്കുമ്പോൾ അന്ന് പറമ്പിൽ ആദായം ഉണ്ടായിരുന്നോ അതോ അന്ന് പുതിയതായിട്ട് കൃഷി ചെയ്യേണ്ടി വന്നു? ഞാൻ വന്നപ്പോൾ പണികൾ അത്ര ഭംഗിയായിട്ട് നടന്നില്ലായിരുന്നു. എല്ലാം ഈ കൊങ്ങണിക്കാടായിരുന്നു കൂടുതലും. അപ്പോൾ ഒരു 3 വർഷം പിടിച്ച് കൊങ്ങണി കാട് എല്ലാം വെട്ടി തെളിച്ച് നല്ല ഭംഗിയായിട്ട് എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ വന്ന ശേഷം എല്ലാം നല്ല നല്ല മോഡലായിട്ടുള്ള പരമാവധി ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ പുതുതായിട്ട് കൊടിയും കാപ്പിയും ഒക്കെ നട്ടുപിടിപ്പിക്കേണ്ടി വന്നു. നമ്മുടെ കൃഷികളെല്ലാം മൊത്തം ഒന്ന് ചേഞ്ച് ചെയ്തു. ഏറ്റവും നല്ല വെറൈറ്റികൾ, കുരുമുളകായാലും കാപ്പിയായാലും, കാപ്പി ബോർഡിൻ്റെ ആയാലും ഏറ്റവും എല്ലാ തരം കാപ്പികളും നമ്മൾ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് നല്ല വെറൈറ്റികൾ, കാപ്പിയും അതെ കുരുമുളകും അതെ സാമാന്യം ഭംഗിയായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ കുരുമുളക് എത്ര അടി അകലത്തിലാണ് കൃഷി ചെയ്തത്? ഏതെല്ലാം ഇനങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്? നേരത്തെ ആദ്യം 85 വരുമ്പോൾ കൂടുതലും വെള്ളമുണ്ടിയും കരിമുണ്ടി പിന്നെ ജീരകമുണ്ടി, ഈ 3 ഇനമായിരുന്നു ആദ്യം കൂടുതലായിട്ടുണ്ടായിരുന്നത്. നമ്മൾ കൃഷി ചെയ്യാന്ന് പറയാൻ പിന്നെ പന്നിയൂറ്, അതുപോലെ തന്നെ പുതിയ വെറൈറ്റികൾ. ഇപ്പം ഏറ്റവും പുതുതായിട്ടുള്ള ഇപ്പം കൂമ്പങ്കൻ വരെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ലൊരു മെച്ചപ്പെട്ട ഇനമാണ്. അപ്പോൾ അത് അന്ന് എത്ര അടി അകലത്തിലായിരുന്നു കൃഷി ചെയ്തത്? ഒരു മുരിക്കിൻകാലിൽ ഇങ്ങനെ 10-15 അടി അകത്തി വെച്ച് അങ്ങനെ നല്ല രീതിയിൽ കൂടുതൽ ഏറേഷൻ കിട്ടാനായിട്ട് എത്തിക്കൊണ്ടിരുന്നത്.
കാപ്പിയും ഒരു 10 അടി 15 അടി കാപ്പി വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുരുമുളക് അന്ന് കൃഷി ചെയ്തിരുന്നത് താങ്ങാനായിട്ട് മുരുക്കായിരുന്നു ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയായിരുന്നു അതിന്റെ കൃഷി രീതികൾ? ആദ്യം നമ്മൾ കുഴിയെടുത്തിട്ട് മുരുക്കൻകാല് കുഴിച്ചിട്ടിട്ട് പിന്നീട് ഇതിന്റെ കുരുമുളകിന്റെ തല അതിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടാണോ കൃഷി ചെയ്തത്, അതോ തവാറിന തൈ വാങ്ങിച്ചാണോ കൃഷി ചെയ്തിരുന്നത്? കുരുമുളക് നമ്മൾ ആദ്യകാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഈ കുരുമുളകിൽ നിന്നുള്ള തലകൾ ചൂട്ടിലുള്ള അത് തന്നെ നല്ല വെറൈറ്റി നോക്കി, വെള്ളമുട്ട നല്ല കായ്ക്കുന്ന ഇനവും നല്ല ഊറ്റമുള്ള കുരുമുളകിൻ്റെ ഇനം നോക്കി അത് നട്ടുപിടിപ്പിച്ചു. അത് തന്നെ അത് നല്ല ഈ വളർച്ച കൂടുതലുണ്ടായിരുന്നു. കാരണം നമ്മൾ വാങ്ങി വെക്കുന്ന നമുക്ക് അത്രയും കൂടുതൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ അതിൻ്റെ വെറൈറ്റി എങ്ങനെ ആയിത്തീർന്ന് കായ്ക്കാന്ന് പറയുമ്പോഴേ അറിയാനൊക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ തന്നെ പരമാവധി മെച്ചപ്പെട്ട ഇനം നടുകയാണെന്ന് ഒന്നൊരു കാരണീയമായിട്ടുള്ളതെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ ഈ കുരുമുളകിന്റെ പറമ്പിൽ തന്നെയുള്ള വള്ളികൾ മുറിച്ചിട്ട് എത്ര വള്ളി ഇടുമായിരുന്നു ഒരു ചുവട്ടിൽ? ഒരു 4 വള്ളി മസ്റ്റായിട്ട് വേണം. നല്ല വേര് പിടിക്കുന്ന നല്ല തല നോക്കി 4 എണ്ണം ഒരു ചുവട്ടിൽ. എത്ര നീളത്തിലാണ് ഓരോ വള്ളി മുറിച്ചിട്ടിരുന്നത്? 2 അടി 1.5 അടി, അത് കൂടുതൽ വേണ്ട. അപ്പോൾ അതിൻ്റെ വേര് കാണും. ഇപ്പം എൻ്റെ ചുവട്ടിലെ ഇല മുറിച്ച് കളഞ്ഞ് നന്നായിട്ട് നട്ട് കഴിഞ്ഞിട്ട് ആദ്യം ചാണകപ്പൊടിയും കുറച്ച് നല്ല വളം കൂടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഓരോ അരച്ചട്ടി ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞാണല്ലോ പെട്ടെന്ന് വളർന്ന് കയറിക്കോളും. വേനൽ വന്നാലും അതിനെ അതിജീവിച്ച്. പിന്നെ വേനൽക്കാനുള്ള പരിചരണം ചപ്പക്കടിപ്പിച്ച് അപ്പോൾ ഒരു കുഴപ്പം കൂടാതെ നന്നായിട്ട് കയറുന്നുണ്ട്. പശു വളർത്തലൊക്കെ ഉണ്ടായിരുന്നു? പശു നമ്മൾ വന്ന അന്ന് മുതലേ പശുക്കളുണ്ട്. ഇപ്പോഴും ഉണ്ട്? ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് 5 മണിക്കേറ്റ് ഒരു 2 പശുവിനെ കറന്നാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ. അത് കഴിഞ്ഞ് 6 ഉണ്ട്, അതിനും പോയി കറക്കും. നമ്മൾ ഈ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ജീവിതം തന്നെ ഈ പരിലാളനെയും ഇതുകൊണ്ട് നമുക്ക് പ്രത്യേക ഒരു സന്തോഷം കൂടെ ഉണ്ട്. കൃഷിയുടെ ബഹളത്തിലേക്ക് നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ കണ്ടു കഴിയുമ്പോൾ ഒരു സന്തോഷം ഓമനിക്ക്. അപ്പോൾ ഇപ്പോൾ എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്? ഇപ്പം 3 ഏക്കർ സ്ഥലം ശരിക്കുള്ള കൃഷികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുരുമുളകും കാപ്പിയും ഇടകലർത്തിയാണോ കൃഷി ചെയ്യുന്നത്, അതോ വേറെ വേറെയാണോ? കുരുമുളകും കാപ്പി ഇടകലർത്തിയാണ്. അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ അന്ന് കൃഷി ചെയ്തിരുന്നത് കരിമുണ്ട വെള്ളമുണ്ടിയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. പിന്നീട് അത് ഇപ്പം മാറിയിട്ട് വേറെ ഇനങ്ങളായോ? ഇപ്പം ഏറ്റവും പുതിയ നല്ല മോഡലുകൾ പന്നിയൂറിൻ്റെ മിക്കവാറും 1, 2, 3, 4, 5, 8 വരെ അതിൻ്റെ എല്ലാ സീരീസും നമ്മൾ നടുന്നുണ്ട്. അത് കൂടുതൽ കൂമ്പങ്ങനുണ്ട്. പിന്നെ ഒരുമാതിരി നല്ല പിന്നെ നീലമുണ്ടി എന്ന് പറഞ്ഞ ഇനമുണ്ട്. നല്ല ക്രോപ്പ് നല്ല പ്രൊഡക്ഷനുള്ള നല്ല സൈസുകളെല്ലാം നമ്മൾ നല്ല കിട്ടുന്നതല്ല നമ്മൾ നല്ല നോക്കി കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും താങ്ങുകാലായിട്ട് മുരുക്ക് തന്നെയാണ്? മുരിക്കിന് ഇപ്പം നമ്മൾ ആദ്യം മുരിക്കെല്ലാം ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. കാര്യം കുറച്ച് കേടായി പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാറ്റാടി വെച്ചു. കാറ്റാടി മരം അത് നമുക്ക് മുരിക്കാർ പോയിടത്തെല്ലാം കാറ്റാടി വെച്ചു. അതിന് കാറ്റാടി കഴിഞ്ഞ് അത് വലിയൊരു വിഷയമായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കൊന്ന ആണ് നമുക്കൊന്നൊരു വിശ്വസിക്കാം. ശീമക്കൊന്ന മുരിക്കിൻ്റെ പോലെ തന്നെ നമ്മൾ കൊന്ന വെക്കുന്നുണ്ട്. കൊന്ന ഒരു കുഴപ്പമില്ല, ഒരു 10-20 അടി വരെ കൊന്ന നമുക്ക് പൊക്കം കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ തണ്ട് മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്നോളും, ഒഴിച്ചു കെട്ടേണ്ട കാര്യങ്ങളില്ല. പിന്നെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആ ഒരു വർഷത്തിൽ 2 തവണ അതിൻ്റെ ശിഖരം മുറിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അത് പിന്നെ നമുക്ക് പ്രശ്നമില്ല. ആടും പശുവൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊരു തീറ്റയായിട്ട് നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। അപ്പോൾ പിന്നീട് ഈ കുരുമുളക് ആദായമാകുന്നത് വരെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുരുമുളക് ആദ്യത്തെ ഒരു 3 വർഷം നമ്മളത് ശരിക്കും അതിൻ്റെ പുതയിടയിൽ അതിൻ്റെ ക്രമമായിട്ടുള്ള അതിൻ്റെ തണ്ട് വളരെ നിശ്ചയം കെട്ടിക്കൊടുക്കണം. പിന്നെ വേനലായി കഴിയുമ്പോഴത്തേനും കമുകിൻ്റെ മടൽ കൊണ്ടുവന്ന് പൊതിയണം. വേനൽ അങ്ങനെ ചെറുപ്പത്തിലത്തെ ഒരു നഴ്സിങ് ഒരു പരിചരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ ആശ്വാസമാണ്. വേനൽ കയറിയ പൊക്കോളും. വേനൽക്കൊക്കെ ഒന്ന് ചൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് ചപ്പക്കടിപ്പിച്ച് വിട്ടാൽ മതി, വലിയ പ്രശ്നങ്ങളില്ല. ഏറ്റവും മികച്ച ആദായം ലഭിക്കുന്ന ഏതിനമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കുരുമുളക്? ഇപ്പോൾ ഏറ്റവും മെച്ചമ്പോൾ കൂമ്പകൻ വളരെ വിശേഷമായിട്ട് തോന്നുന്നുണ്ട്. കാരണം കൂമ്പന് പ്രതിരോധ ശക്തി കൂടുതലുണ്ട്, കായ്ക്കും നല്ല ദൃഢതയുണ്ട്, തിരിക്കും നല്ല നീളമുണ്ട്. ഇപ്പോൾ കണ്ടതിൽ ഏറ്റവും മെച്ചം കൂമ്പകനാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഈ കാപ്പി ഏതെല്ലാം ഇനങ്ങളാണ് കൃഷി ചെയ്തിട്ടുള്ളത്? കാപ്പി റൊബസ്റ്റ
ഒരു ആയിരുന്നു ആദ്യം കൃഷി കണ്ടിരുന്നത്. ഇപ്പം C*R എന്ന് പറഞ്ഞ വേറൊരു വെറൈറ്റി ഏറ്റവും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ സാൻഡ്രമോണ, അതുപോലെ തന്നെ ചെറിയ ഇനങ്ങൾ, കാവേരി, കോഫി ബോർഡിൽ നിന്ന് നമ്മൾ ഇവിടെ ഇടയ്ക്കുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. കോഫി ബോർഡ് ലൈസൻസ് ഓഫീസറായിട്ട് ബന്ധങ്ങൾ പല ക്ലാസ്സുകൾ വെക്കുന്നുണ്ട് കോഫി ബോർഡിൻ്റെ തന്നെ. പക്ഷെ നമുക്ക് അതുകൊണ്ട് എല്ലാ വെറൈറ്റിയും മിക്കവാറും നല്ല സാമ്പിളെങ്കിലും അറിയാനായിട്ട് കാപ്പിയുടെ എല്ലാ വെറൈറ്റിയും നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും മെച്ചമായിട്ട് വന്നത് നമ്മുടെ ഈ ക്ലൈമറ്റിന് C*R ആണ്. നല്ല പിടുത്തമാണ് കാപ്പിടുത്തം. ഈ കാപ്പി കൃഷിയിൽ പ്രധാനമായിട്ടും കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാപ്പി കൃഷി ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കൊരു 4 അടി പൊക്കത്തിൽ കൂടുതൽ കാപ്പി പൊക്കി വിടാൻ പറ്റത്തില്ല. പൊക്കി വിടുമ്പോൾ തന്നെ പറിക്കാൻ പ്രയാസം വരും. ഒരു 4 അടി പൊക്കം ഉണ്ടെങ്കിൽ അതിൻ്റെ മറ്റ് ശിഖരങ്ങൾ സൈഡിലോട്ട് വളരും. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ കട്ടിങ് ക്രമമായിട്ട് നടത്തിയിരിക്കണം. അതിൻ്റെ കിളിപ്പെല്ലാം ഓടിച്ച് നല്ല ക്ലീനായിട്ട് നമ്മൾ നടത്തുകയാണെങ്കിൽ കാപ്പി കൃഷി വളരെ ചിലവ് കുറഞ്ഞ ഏറ്റവും ഒരു കൃഷി കാപ്പിയാണ്. വേറെ പ്രത്യേകിച്ച് വളപ്രയോഗമോ മരുന്നുകളോ ഒന്നും ആവശ്യമില്ല. വളം നമ്മളിപ്പോൾ സാറിന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മറ്റേ ചാണകം, നമുക്ക് 4-5 പശുവുണ്ട്. ചാണകം നമ്മൾ ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ കൃഷിഭവൻ്റെ വേപ്പ് പിണ്ണാക്ക്, മറ്റേ നമ്മുടെ കുമ്മായം സൗജന്യ നിരക്കിൽ കിട്ടുന്നുണ്ട്. അതെല്ലാം നമ്മൾ കൃഷി സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഈ കാപ്പിയെ പ്രത്യേകിച്ച് രോഗകീടബാധകൾ എന്തെങ്കിലുമൊക്കെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? കാപ്പി ഒരു 4-5 വർഷം മുമ്പ് ഈ കാതർപ്പൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വണ്ട് പോലെ സാധനം വന്ന് തുറന്നെടുക്കുക. അപ്പോൾ ഇത് പൊടിയായിട്ട് പോകും. ഒത്തിരി നഷ്ടം വന്നു. ഇവിടുത്തെ ലൈസൻസ് ഓഫീസർ കന്ദസ്വാമി സാറ് ഇവിടെ കെണികളൊക്കെ കാരണം ഇവിടെ ക്ലാസ് തന്നെ വെച്ചു. 1-2 ക്ലാസ് വെച്ചു. കാരണം ഇതിൻ്റെ ബുദ്ധിമുട്ടറിഞ്ഞ് ആ ക്ലാസ്സൊക്കെ വെച്ച് അതിൻ്റെ ആൾക്കാരെല്ലാം ബോധപ്പെടുത്തി കെണികളെല്ലാം വെച്ചാൽ മിക്കവാറും ഇപ്പോൾ അങ്ങനെ പ്രശ്നമില്ല. അത് നമ്മൾ അതിജീവിച്ചു. പിന്നെ കമ്പണൊക്കെ ഉണ്ട്. കമ്പണക്കൊന്നും വലിയ സാരമില്ല. ചെറിയ കമ്പണൊക്കെ നമുക്ക് അവരെ അതിജീവിച്ച് പൊക്കോളും. ഈ കുരുമുളകിന് എന്തെങ്കിലുമൊക്കെ മരുന്ന് തളിക്കേണ്ടി വരാറുണ്ടോ? അല്ലെങ്കിൽ രാസമരുന്നുകൾ, കെമിക്കലായിട്ടുള്ള മരുന്നുകൾ എന്തെങ്കിലും അടിച്ചു കൊടുക്കേണ്ടി വരാറുണ്ടോ? കുരുമുളക് നമ്മൾ തുരിശടിക്കാറുണ്ട്. കാരണം മണി ഒരുമാതിരി റൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് കുമിൾ രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് വളരെ ആശ്വാസമായിട്ട് തോന്നുന്നുണ്ട്. അത് തന്നെ കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഒരു തരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ സപ്ലൈ ഉണ്ട്. കുരുമുളക് സമിതിയുണ്ട് നമുക്ക് വണ്ടിപ്പെരിയാറിൽ. അവരിങ്ങനെ സൗജന്യ നിരക്കിൽ തുരിശ കുമ്മായം സപ്ലൈ വളരെ പ്രയോജനപ്രദമാണ്. ജൈവ രീതിയിലാണോ കൃഷികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ജൈവ രീതിയിലാണ്. ജൈവ രീതിയോടാണ് താല്പര്യം. രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. രാസവളങ്ങൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉപയോഗിക്കുന്നത് തുരിശടിക്കുന്നൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ ബാക്കി നമുക്ക് ഇവിടുത്തെ ഉണ്ട് മണ്ണേര കമ്പോസ്റ്റ് ഉണ്ട്. ഇവരുടെ ഒരു ക്ലാസ്സൊക്കെ വെച്ചായിരുന്നു മണ്ണേര കമ്പോസ്റ്റിനെ കുറിച്ചുള്ള. അപ്പം അവരുടെ സബ്സിഡി കൂടി നമ്മൾ മണ്ണേര പിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള മണ്ണേര കമ്പോസ്റ്റ് നമുക്ക് സുലഭമായിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ ഉപയോഗിക്കാനുള്ള മണ്ണേര കമ്പോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ജോലികളെല്ലാം തന്നെയാണോ ചെയ്യുന്നത്? ജോലിക്കാരുണ്ട്. 2 ജോലിക്കാർ സ്ഥിരമുണ്ട്. മലയാളികൾ തന്നെയാണോ അതോ തമിഴ്ക്കാരാണ്? കൂടെ ഒപ്പം ചേട്ടനും കൂടും? ഉണ്ട്, നമ്മളും കൂടും. നമ്മൾ പ്രായം നമ്മൾ അത്ര പ്രശ്നമാക്കുന്നില്ല. നമ്മൾ ആരോഗ്യമുള്ള കാലത്തോളം നമ്മുടെ കാരണവന്മാർ അങ്ങനെയായിരുന്നു, അധ്വാനികളായിരുന്നു. നമ്മൾ ആ പാരമ്പര്യം കീപ്പ് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വേറെ പശു വളർത്തലുണ്ടെന്ന് പറഞ്ഞല്ലോ. 6 പശു ഉണ്ടല്ലേ? അതെ. അത് 6 പശു 3 കിടാവും 1 പോത്തുമുണ്ട്. 3 പശുവും 3 കിടാവും 1 പോത്തും കുട്ടിയുണ്ട്. അപ്പോൾ ഈ 3 പശുവും കറവയുള്ളതാണ്? കറവ ഇപ്പോൾ 2 പശുവിനെ കറവയുള്ളൂ. എന്തിനം പശുക്കളാണ്? പശുക്കൾ എച്ചപ്പ്. 3 എച്ചപ്പാണ്. അപ്പോൾ ഇതിന്റെ 2 എണ്ണം കറവയുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ രാവിലെ ഏത് സമയത്ത് എഴുന്നേറ്റ് പശുക്കളുടെ ജോലികളൊക്കെ ആരംഭിക്കും? രാവിലെ ഒരു 5 മണിക്കേറ്റ് കറവ തുടങ്ങും. നമ്മുടെ സൊസൈറ്റി ഉണ്ട്. സൊസൈറ്റിയിൽ ഒരു ഓട്ടോയ്ക്ക് വന്ന് കൊണ്ടുകൊള്ളും. എത്ര ലിറ്റർ പാല് രാവിലെ കൊടുക്കാൻ പറ്റുന്നുണ്ട്? 10 ലിറ്റർ. പിന്നെ നമ്മുടെ ആവശ്യത്തിനുണ്ട്. പിന്നെ അടുത്ത് 1-2 വീട്ടിൽ സപ്ലൈ ഉണ്ട്. 10 ലിറ്റർ സപ്ലൈ ഡെയിലി കൊടുക്കുന്നുണ്ട്. വൈകുന്നേരം ഒരു 5 ലിറ്റർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എപ്പോൾ കറക്കണം? 5:30 ആകുമ്പോഴത്തേനും രാവിലെ കറക്കും. വൈകുന്നേരം ഒരു 2:30-3 ആകുമ്പോഴത്തേനും കറക്കും. ഇതെല്ലാം തന്നെ ചെയ്യുന്നത്? കറക്കുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ നമുക്കൊരു ജോലിക്കാരനുണ്ട്, പശുവിനെ നോക്കാനൊരു പാർട്ടിയുണ്ട്. പുള്ളി ഹെൽപ്പ് ചെയ്യും. കറവ ഞാൻ തന്നെയാണ്. കറവ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു മെത്തേഡുണ്ട്. ചിലർ കയറുന്ന ചിലപ്പോൾ പശു തൊഴിച്ചിരിക്കും, ഇഷ്ടപ്പെടാതെ വരും. നമുക്കങ്ങനെ പശുവായിട്ട് ഇങ്ങനെ എപ്പോഴും ഈ കുളിപ്പിക്കുകയും പരിപാടിയൊക്കെ ഉള്ള പശുവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല കാര്യങ്ങൾ പോകുന്നു. മെഷീനൊന്നും ഉപയോഗിച്ചല്ല? മെഷീനില്ല. കൈകൊണ്ട് തന്നെയാണ് കിടക്കുന്നത്. ഇതിന്റെ ചാണകമൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ ഇടുകയാണ് ചെയ്യുന്നത്? ചാണകം മുഴുവൻ മണ്ണിര കമ്പോസ്റ്റ് ആക്കുകയാണ്. അപ്പോൾ മണ്ണിര കമ്പോസ്റ്റ് വിൽക്കാനുണ്ടോ അതോ? ഇത് നമ്മുടെ സ്വന്തം ആവശ്യത്തിനേ ഉള്ളൂ. നമ്മളത് മറ്റേ കാപ്പിക്കും കുടിക്കും എല്ലാം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇടാനുള്ള സൗകര്യമുണ്ട്. തെങ്ങിനൊക്കെ ഇടുന്നുണ്ട്. നമുക്ക് ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൃഷികൾ ചെയ്യുന്നുണ്ടോ? പക്ഷേ കപ്പ നമ്മൾ ഇടുന്നുണ്ട്. കപ്പയുണ്ട്. പിന്നെ നമ്മുടെ പച്ചക്കറി എല്ലാം തന്നെ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ കൂട്ടവും ഉണ്ട്. പൈസ കൊടുത്ത് അധികം പേടിക്കേണ്ട കാര്യങ്ങളില്ല. തക്കാളി, വെണ്ട, വഴുതന എല്ലാ കൂട്ടവും ന്യായമായ രീതി നമുക്കുണ്ട്. വന്യമൃഗങ്ങളുടെ ആക്രമണം ഈ ഭാഗത്ത് വല്ലതും ബാധിക്കുന്നുണ്ടോ? വന്യമൃഗം എന്ന് പറയുന്നത് നമുക്ക് കാട്ടുപന്നിയുടെ ശല്യം വളരെ വ്യാപകമാണ്. കാരണം വാഴയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവന് ഒരു വൈരാഗ്യം പോലെയാണ്. അവൻ്റെ തടയെല്ലാം കുത്തിപ്പറിച്ച് ഭയങ്കര ശല്യമുണ്ട്. പിന്നെ കേഴയുടെ ശല്യമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് കേഴയുടെ ശല്യം തുടങ്ങി. അതിനൊരു വൈൽഡെന്ന് പറയാനൊക്കത്തില്ല. അവന് ഈ പറഞ്ഞ പോലെ പച്ചക്കറിയുടെയൊക്കെ ഇലകളൊക്കെ തിന്നിങ്ങനെ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മുടെ കേട്ട് വന്ന് ചാടി കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു ഫോറസ്റ്റർമാരൊക്കെ വിളിച്ച് അതിനെ എടുത്തു. കിണർ പിന്നെ ഒത്തിരി പൈസയായി എല്ലാം ക്ലീൻ ചെയ്ത്. അങ്ങനെ ചില ശല്യങ്ങൾ. കാട്ടുപന്നിയുടെ ശല്യം ഉള്ളപ്പോൾ കപ്പ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരിക? നമ്മൾ നെറ്റ് കെട്ടുക.
കാര്യം കപ്പ നമുക്ക് അത്യാവശ്യമുള്ള കപ്പ നമുക്ക് ഉണ്ടാക്കണം. നേരത്തെ നമുക്ക് കപ്പ ഇവിടെ വ്യാപകമായിട്ട് നമ്മൾ വിറ്റുകൊണ്ടിരുന്നതാണ്. അന്ന് ചെയ്താൽ ഒരു കിടങ്ങ് പന്നി കയറാതിരിക്കാനായിട്ട് കിടങ്ങ് ജീപ്പിൽ നമ്മൾ ഇവിടുന്ന് ആൾക്കാർക്ക് ആവശ്യത്തിന് കപ്പ വിറ്റുകൊണ്ടിരുന്നതാണ്. ഇഷ്ടംപോലെ കപ്പ. അതല്ല നമ്മുടെ ആവശ്യത്തിന് ഒരു വർഷത്തേക്കുള്ള കപ്പ നമ്മൾ 10,000 സ്റ്റോക്ക് ചെയ്യായിരുന്നു. വാട്ടി തുടങ്ങി ഒരു പ്രശ്നമില്ല, സുഭിക്ഷമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ അത്യാവശ്യമുള്ള കപ്പ നമ്മൾ ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ പൊതുപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണുള്ളത്? പൊതുവെ ഞാനൊരു 30 കൊല്ലമായിട്ട് ADC മെമ്പറാണ്. കാർഷിക വികസന സമിതി വണ്ടിപ്പെരിയാർ. ഒരു 5 വർഷം മറ്റേ വീരമേട് ബ്ലോക്കിൻ്റെ ADC മെമ്പറായിരുന്നു. കർഷക ഉപദേശ സമിതി മെമ്പറായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഇച്ചിരി രാഷ്ട്രീയമുണ്ട്. അതിന് പഠിത്തം കഴിഞ്ഞപ്പോഴും ഒരു രാഷ്ട്രീയം ഇങ്ങനെ ഇപ്പോഴും രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അങ്ങനെ പൊതുപ്രവർത്തനവും കാർഷിക പ്രവർത്തനങ്ങളും കന്നുകാലി വളർത്തലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അതെ, നമ്മളങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല. പ്രായമൊക്കെ ആയി എന്തായാലും നമുക്ക് ഇതുവരെ ഒരു എപ്പോഴും തിരക്കാണ് നമുക്ക് കൂടുതൽ ചിന്തിക്കാനായിട്ട് സമയമില്ല. ഇവിടെ വന്ന് താമസം തുടങ്ങിയത് ആ കാലവും ഇപ്പോഴത്തെ കാലവും തമ്മിൽ ആലോചിച്ച് നോക്കുമ്പോൾ എന്തെല്ലാം വികസനങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുണ്ടായിട്ടുള്ളത്? ഇപ്പം മറ്റേ പഴയതിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാര്യം അന്നൊക്കെ ഒരു വരിക എന്നൊക്കെ പറഞ്ഞാൽ നടന്നൊക്കെ വേണം വരാനായിട്ട്. ചപ്പാത്തിൽ നിന്ന് നടക്കണം. അതുപോലെ വണ്ടിപ്പെരിയാറിൽ നിന്നാണെങ്കിൽ ഈ നടക്കുന്ന ബസ്സില്ല. മൂങ്കിലാറ് കൂടിയൊക്കെ വന്ന് അവിടെ നിന്ന് നടന്ന് ഒത്തിരി കഷ്ടപ്പെട്ട ജീവിച്ചുകൊണ്ടിരുന്നത്. യാത്രാ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു. ഇപ്പം മിക്കവാറും റോഡുകളൊക്കെ കാര്യം പെരിയാർ അത്ര ഭംഗിയായിട്ട് സ്ഥിതിയിലല്ല, എന്നാലും പൊതുവെ സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട്. പിന്നെ ആശാവമായിട്ടുള്ള റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ റോഡ് നമ്മുടെ ഭംഗിയായിട്ട് ഉടനെ തീരുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ നമുക്കുണ്ട്. വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ പ്രദേശം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. വികസനം വളരെയധികം വികസനം ഉണ്ടായിട്ടുണ്ട്. കാരണം ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഈ പീരുമേട് താലൂക്കിൽ ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടായിരിക്കുന്ന പ്രദേശമാണ് ഇവിടെ. കാരണം ഇവിടെ അടുത്ത് തന്നെ ഒരു ഒറ്റ വാർഡിൽ തന്നെ മൃഗാശുപത്രിയുണ്ട്, ആയുർവേദ ആശുപത്രിയുണ്ട്, പിന്നെ നമുക്ക് ഹൈസ്കൂളുണ്ട്. അതുപോലെ എല്ലാം പൊതുജനങ്ങൾക്ക് ദേവാലയങ്ങൾ, മറ്റേ അമ്പലമുണ്ട്, പള്ളിയുണ്ട്. എല്ലാവരും വളരെ സൗഹാർദ്ദമായിട്ട് ഒത്തൊരുമയോടുകൂടി ജീവിച്ചു പോകുന്നവരുടെ ഒരു പ്രത്യേകതയാണ്. ഏത് കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അത് യാതൊരു ചേരിതിരിവുമില്ല. ഒരു ഹൃദയം പോലെ എല്ലാവരും ഇങ്ങനെ ഇടകലർന്ന് ജീവിക്കുകയാണ്. ഈ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം എത്ര സമയം വരെ ഈ ജോലികൾ തുടരും? രാവിലെ 5 മുതൽ വൈകുന്നേരം 5 വരെ നമ്മൾ മിക്കവാറും പറമ്പിലൊക്കെ തന്നെ കാണും. കാര്യം പശുവിൻ്റെ, ആടിൻ്റെ, കോഴിയുണ്ട്, എല്ലാത്തിനും നോക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു പണിയാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മൾ മിക്കവാറൊക്കെ മടുത്തു പോകും. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. എൻ്റെ ഭാര്യയുടെ പേര് ലൂസിക്കുട്ടി ആണ്. എൻ്റെ ഭാര്യയുടെ പേര് 2 ആൺപിള്ളേരാണ്. ഒരാളുടെ പേര് സിനു, ഒരാളുടെ പേര് ജിനോ. 2 ആൺകുട്ടികളാണ്. ഒരാൾ കുവൈറ്റിൽ ഒരു MBA കഴിഞ്ഞ ഒരു ജോലിയാണ്. മൂത്ത മകൻ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കൃഷിയൊക്കെ ആയിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതുവരെയും കുഴപ്പമൊന്നുമില്ല, സന്തോഷകരമായിട്ട് തന്നെ പോകുന്നു. ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സഹായം ലഭിക്കുന്നുണ്ടോ? ഞാൻ മേടിക്കുന്നില്ല. മറ്റ് കൃഷിഭവന് അതുപോലെ സ്വയംസ ബോർഡ് അവയിൽ നിന്നൊക്കെയുള്ള ഉപദേശവും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. ഉണ്ട്. കൃഷിഭവനിൻ്റെ ഒന്നും വളരെയധികം ആനുകൂല്യങ്ങൾ നമുക്ക്. ആനുകൂല്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റഡി ക്ലാസ്സുകൾ, ഒരു സെമിനാറുകൾ, വളരെയധികം കാര്യക്ഷമമായിട്ട് നമ്മുടെ ഈ കാർഷിക മേഖലയിലെ കൃഷിഭവൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കോഫി ബോർഡിൻ്റെ ആയാലും സെമിനാറുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളും അതിൻ്റെ അകത്ത് അവരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പല സെമിനാറും നമ്മളിവിടെ നമ്മുടെ ഒരു ക്ലബ്ബുണ്ട്, ഒരു ഫാർമേഴ്സ് ക്ലബ്ബുണ്ട് ഇവിടെ, നവജ്യോതി ഫാർമേഴ്സ് ക്ലബ്ബ്. അതിൻ്റെ വകയായിട്ട് തന്നെ നിരവധി സെമിനാറുകൾ നടക്കുന്നുണ്ട്. ആൾക്കാരെല്ലാം വളരെ മോഡേണാണ് ഇപ്പോൾ പുതിയ കൃഷികളെ സംബന്ധിച്ച്. അപ്പോൾ എന്തായാലും പൊതുപ്രവർത്തനത്തോടൊപ്പം കാർഷിക പ്രവർത്തനങ്ങളിലും കുരുമുളക്, അതുപോലെ കാപ്പി, കപ്പ തുടങ്ങിയ കാർഷിക പ്രവർത്തനങ്ങളും ഒപ്പം കന്നുകാലി വളർത്തലിലും എല്ലാം സജീവമായി ശ്രദ്ധിക്കുന്ന ഒരു മുതിർന്ന കർഷകനായ സെബാസ്റ്റ്യൻ പൂണ്ടിക്കുളം ആണ് ഇത്രയും നേരം നമ്മുടെ തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ പൂണ്ടിക്കുളം പ്രദേശത്തെ കർഷകനും പൊതുപ്രവർത്തകനുമായ ശ്രീ സെബാസ്റ്റ്യൻ പൂണ്ടിക്കുളവുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. किसान भाइयों गांठ बांध लो, गांठ बांध लो, बहुत बहुत है काम की, समृद्धि के पैगाम की। मिट्टी के मिजाज को समझो, मिट्टी के हर राज को समझो, मिट्टी की तुम जांच कराओ, मुफ्त सॉइल हेल्थ कार्ड ले जाओ, कभी मुनासिब बीज लगाओ, सही किस्म की खाद ले आओ, जितनी जरूरी उतनी डालो, सही मात्रा खुद पहचानो, इसको अपना मंत्र बना लो, मिट्टी की सेहत तो जानो।
बात बहुत है काम की, कम लागत अधिक वरदान की। किसान भाइयों गांठ बांध लो, आज ही मिट्टी की जांच कराएं। राज्य सरकार के कृषि अधिकारी से संपर्क करें और मुफ्त में सॉइल हेल्थ कार्ड पाएं। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी। സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.